സർ, തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും മറ്റ് ചെലവുകൾ മുൻഗണനാക്രമത്തിൽ നിർവഹിച്ചും നാം പിടിച്ചു നിൽക്കുകയാണ്. 21-22 സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം SOTR 47,660 കോടി രൂപ ആയിരുന്നത് 24-25 സാമ്പത്തിക വർഷം കഴിയുമ്പോഴേക്കും 81,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിയും. 4 വർഷം കൊണ്ട് 70% വർധനവാണ് ഉണ്ടാവുക. കേരളത്തിൻ്റെ തനത് വരുമാനം നികുതിയും നികുതിയേതരവും 54,988 കോടിയിൽ നിന്നും 1,03,240 കോടിയായി വർദ്ധിക്കുകയാണ്. സർ, സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര വിഭവ കൈമാറ്റത്തിൽ നിന്നും വർഷം 50,000 കോടി രൂപയിലധികം വെട്ടിക്കുറവ് വരുത്തിയിട്ടും നമ്മുടെ ചെലവ് വർദ്ധിപ്പിക്കാനായത് തനത് വരുമാനത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞ വർധനവിലൂടെയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. സർ, മൂലധന ചെലവ് ഈ സർക്കാരിൻ്റെ 3 വർഷക്കാലത്തെ ബജറ്റ് വഴിയുള്ള മൂലധന ചെലവ് 41,772 കോടിയാണ്. മുൻ സർക്കാരിൻ്റെ 5 വർഷക്കാലത്തെ മൂലധന ചെലവ് 47,650 കോടിയായിരുന്നു. എന്നാൽ 2011-14 സർക്കാരിൻ്റെ മൂലധന ചെലവ് 24,505 കോടി രൂപയായിരുന്നു. യഥാർത്ഥ മൂലധന ചെലവ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സർ, ബജറ്റിൽ പറയുന്ന മൂലധന ചെലവിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന മൂലധന ചെലവ് കൂടി കണക്കാക്കിയാൽ ലഭിക്കുന്ന യഥാർത്ഥ മൂലധന ചെലവ് 2022-23, 23-24 വർഷങ്ങളിൽ യഥാക്രമം 21,635 കോടിയും 20,699 കോടിയും ആയിരുന്നു. നടപ്പ് വർഷം യഥാർത്ഥ മൂലധന ചെലവ് വീണ്ടും ഉയരും. സർ, ധനകമ്മിയും റവന്യൂ കമ്മിയും കടവാരവും നാം കുറച്ചത് വികസനക്ഷേമ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടല്ല, സർക്കാരിൻ്റെ ചെലവുകളിൽ വലിയ വർധനമാണ് ഉണ്ടായത്. ധനസ്ഥിതിയിൽ ഭാവിയിൽ മെച്ചപ്പെടും എന്ന് പറയുന്നൊരു കാരണം മുൻകാല ബാധ്യതകൾ വലിയ തോതിൽ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സർ, കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പബ്ലിക് അക്കൗണ്ടിലെയും മുൻകാല ബാധ്യതകൾ കേരളത്തിൻ്റെ വായ്പാപരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു. അത് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഈ മാറ്റം വികസനോന്മുഖ പദ്ധതികൾ ഏറ്റെടുക്കാൻ ഈ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇനിയുള്ള കാലത്ത് ആ കാര്യത്തിന് മാറ്റം വരുമെന്നാണ്. സർ, കിഫ്ബി പരീക്ഷണത്തെ റദ്ദ് ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ബജറ്റിന് പുറത്ത് വായ്പ എടുത്ത് ഏറ്റെടുക്കാമെന്ന് കരുതിയ മുഴുവൻ കിഫ്ബി വികസന പ്രൊജക്റ്റുകളുടെയും ഭാരം ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റിൽ നിന്നാണ് നൽകുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനം കേരളത്തിന് അനുകൂലമാവുകയോ കേന്ദ്ര നിലപാട് മാറ്റുകയോ ചെയ്താൽ ഏറെ സഹായകരമാകും. സർ, ഉറച്ച ചുവടുവെപ്പുകളുമായി സർക്കാർ മുന്നോട്ട്. സർ, സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും ചെലവുകൾക്ക് യാതൊരു കുറവും വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 4 വർഷം എല്ലാ മേഖലകളിലേക്കും പണമെത്തിക്കാനും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകാനും സർക്കാരിന് കഴിഞ്ഞുവെന്ന് ഒരിക്കൽ കൂടി അഭിമാനപൂർവ്വം പറയട്ടെ. സർ, കോവിഡ് പ്രതിരോധവും പ്രളയ പുനരധിവാസവും വൻകിട പദ്ധതികളുടെ നടത്തിപ്പ് ഉൾപ്പെടെ നിർവഹിച്ച ഏറ്റവും അധികം ചെലവുകൾ ഏറ്റെടുത്ത ഒന്നാം പിണറായി സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചെലവ് 1.17 ലക്ഷം കോടി രൂപയായിരുന്നു. സർ, എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചെലവ് 1.64 ലക്ഷം കോടി രൂപയാണ്. ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയല്ല, 40% വർദ്ധിപ്പിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലയളവിൽ ചെയ്തത് എന്ന് അഭിമാനകരമാണ്. സർ, ഏകദേശം 50,000 കോടി രൂപയുടെ വർധനമാണ് സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചെലവിൽ നമുക്ക് സൃഷ്ടിക്കാനായത്. അതിൻ്റെ ഉണർവ് നാടിൻ്റെ വിവിധ മേഖലകളിൽ ചെന്നെത്തിയിട്ടുണ്ട്. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ സർക്കാർ 42 മാസം കൊണ്ട് വിതരണം ചെയ്തത് 33,210 കോടി രൂപയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഒന്നാം പിണറായി സർക്കാർ 60 മാസം കൊണ്ട് വിതരണം ചെയ്തത് 35,089 കോടി രൂപയായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും. ക്ഷേമ പെൻഷൻ ചിലരെങ്കിലും തെറ്റായി കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് അനുവദിക്കാൻ കഴിയില്ല. തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും. സർ, 2011-14 സർക്കാരിൻ്റെ 5 വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് 10,700 കോടി രൂപയുടെ 5 ഇരട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സർക്കാർ ഇതുവരെ നൽകിയത് 38,339 കോടി രൂപയാണ്. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം മുൻവർഷം 15,205 കോടി രൂപയായിരുന്നത് 15,980.49 കോടി രൂപയായി ഉയർത്തുന്നു. സർ, ഇതിൽ ജനറൽ പർപ്പസ് ഫണ്ടായി 2,577 കോടി രൂപ, മെയിൻ്റനൻസ് ഗ്രാൻഡ് 4,188 കോടി രൂപയും വകയിരുത്തുന്നു. പദ്ധതി വിഹിതം 27.5% നിന്നും 28% ഉയർത്തുന്നു. സർ, സംസ്ഥാനത്തെ 4,27,736 ഭവനരഹിതർക്ക് ലൈഫ് പദ്ധതി വഴി വീട് വെച്ച് നൽകി. 1,11,306 വീടുകൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതായത് 5,39,042 കുടുംബങ്ങളാണ് സാർ അടച്ചുറപ്പുള്ള ഭവനങ്ങളുടെ ഉടമയാകുന്നത്. സാർ, പട്ടികജാതിയിൽപ്പെട്ട 1,11,996 പേർക്കും പട്ടികവർഗത്തിൽപ്പെട്ട 43,332 പേർക്കും ലൈഫ് പദ്ധതിയിലൂടെ വീട് നൽകി. സാർ, ലൈഫ് പദ്ധതിക്കായി 2016-17 മുതൽ നൽകിയത് 18,000 കോടിയിലധികം രൂപയാണ്. സാർ, 2025-26 ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് 1,00,000 വീടുകൾ പൂർത്തിയാക്കും. സാർ, 25-26 സാമ്പത്തിക വർഷം ലൈഫ് പദ്ധതിക്കായി 1,160 കോടി രൂപ വകയിരുത്തുന്നു. സാർ, രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്.
3.5 വർഷം കൊണ്ട് 25.17 ലക്ഷം ആകെ 6,788 കോടിയുടെ സൗജന്യ ചികിത്സയാണ് സർ ഈ സർക്കാർ നടപ്പിലാക്കിയത്. സർ, ആരോഗ്യ മേഖലയിലാകെ പദ്ധതികൾക്കായി ഈ സർക്കാർ ഇതിനകം ചെലവഴിച്ചത് 38,126 കോടി രൂപയാണ്. സർ, 25-26 വർഷം ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപ വകയിരുത്തുകയാണ് സർ. സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഈ സർക്കാർ ഇതിനകം നൽകിയത് 3,967.3 കോടി രൂപയാണ്.